മലയാള സിനിമയുടെ മുഖച്ഛായ മാറ്റിയ സംവിധായകരിൽ പ്രമുഖനാണ് കെ.എസ്. സേതുമാധവൻ. തമിഴ്, ഹിന്ദി സിനിമകളുടെയും സംഗീത നാടകങ്ങളുടെയും അമിത സ്വാധീനത്തിൽ നിന്ന് നമ്മുടെ സിനിമയെ മോചിപ്പിക്കുക മാത്രമല്ല സേതുമാധവൻ ചെയ്തത്, സിനിമയെ സാഹിത്യവുമായി അടുപ്പിച്ച് പുതിയൊരു ആസ്വാദന സംസ്കാരത്തിന് രൂപം നൽകുക കൂടി ചെയ്തു അദ്ദേഹം. മലയാള സിനിമയ്ക്ക് വ്യക്തമായ ദിശാബോധവും നവീനമായ ഭാവുകത്വവും നൽകിയത് കെ.എസ്. സേതുമാധവനാണ്. സിനിമയെക്കുറിച്ച് യാതൊരു സ്വപ്നങ്ങളും ഇല്ലാതെ തികച്ചും മറ്റൊരു ലക്ഷ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് സേതുമാധവൻ സാറ് മദ്രാശിയിലേക്ക് വന്നത്. തുടർച്ചയായിട്ട് കെ. രാമനാഥ്, ടി.ആർ. സുന്ദരം, സേലം മോഡേൺ തിയേറ്റേഴ്സ്, പിന്നെ എൽ.വി. പ്രസാദ്, എസ്. ബാലചന്ദർ, അങ്ങനെ അന്നത്തെ വളരെ പ്രശസ്തരായ ഒരുപാട് സംവിധായകരുടെ അസിസ്റ്റൻ്റായി ഇങ്ങനെ കാലം. അപ്പോൾ എല്ലാ ആളുകളും ഇദ്ദേഹത്തിൻ്റെ ജോലിയിലുള്ള കമ്മിറ്റ്മെൻറ്റ്, ഏറ്റവും കൂടുതൽ താല്പര്യം, അതൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ എൽ.വി. പ്രസാദ് ഒരിക്കൽ അന്നത്തെ ചിത്രങ്ങൾ കേരളത്തിൽ വിതരണത്തിനെടുത്തിരുന്ന നമ്മുടെ ടി. വാസുദേവൻ സാറിനോട് സേതുമാധവനെ കുറിച്ച് പറയും. ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനുണ്ട്, നല്ല മിടുക്കനാണ്, ജോലിയിൽ ഇത്രയും താല്പര്യമുള്ളൊരു, നിങ്ങൾക്ക് എന്തുകൊണ്ട് അവനെ ഒരു സംവിധായകനായി പരിഗണിച്ചുകൂടാ? അപ്പോൾ ഇത് ടി. വാസുദേവൻ സാർ എന്നോട് ഒരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി. അങ്ങനെ എൽ.വി. പ്രസാദിൻ്റെ റെക്കമെൻഡേഷനിൽ അദ്ദേഹം ആദ്യമായിട്ട് ഒരു പടം സേതുമാധവന് കൊടുക്കുകയാണ്. ആ പടമാണ് ജ്ഞാനസുന്ദരി. 1961. 13 പാട്ടുകളാണ് ജ്ഞാനസുന്ദരിയിൽ ഉള്ളത്. കമുകറയും പീലിലയുമാണ് പ്രധാന ഗായകർ. പക്ഷേ ഇന്നും ജനങ്ങൾ ഓർത്തിരിക്കുന്ന 2 പാട്ടുണ്ട്. ഒന്ന് കമുകറ പാടിയ മിണ്ടാത്തതെന്താണു തത്തേ, ആ പാട്ട് എല്ലാവരും ഓർക്കുന്ന പാട്ടാണ്. ദക്ഷിണാമൂർത്തി സ്വാമിയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. അഭയദേവാണ് എഴുതിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പാട്ട്, പക്ഷേ നമ്മളെ വല്ലാണ്ട് പെട്ടെന്ന് ആകർഷിക്കുന്ന രീതിയിലായിരുന്നു അത് കമുകറ സാർ അതുപോലെ പാടിയിരിക്കുന്നത്. മിണ്ടാത്തതെന്താണു തത്തേ, ഒന്നും മിണ്ടാത്തതെന്താണു തത്തേ, നീ ഗാനം മറന്നോ മണം വന്നോ, മിണ്ടാത്തതെന്താണു തത്തേ. കെ. പി. കേശവദേവൻ്റെ ഓടയിൽ നിന്ന് എന്ന് പറഞ്ഞ നോവൽ സിനിമയാക്കാൻ പലരും ശ്രമിച്ചിരുന്നു. പക്ഷേ തുടക്കം മുതൽ ആരെങ്കിലുമൊക്കെ വന്ന് അതിനെതിരെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം അന്നത്തെ നായക സങ്കല്പം സുന്ദരക്കുട്ടനായ നല്ല കോളേജ് കുമാരൻ അല്ലെങ്കിൽ നല്ല ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറഞ്ഞ ഒരു ക്രീമി സങ്കല്പമാണുള്ളത്. അപ്പോൾ അതിന് തിരിച്ച് സമൂഹത്തിൽ നിഷേധിയായ ഒരു പരുക്കൻ ക്യാരക്ടർ നായകനായി വരുന്ന ഒരു പടം അത് ജനം എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്ന സംശയം കൊണ്ട് എല്ലാവരും പിൻവാങ്ങി. പക്ഷേ സത്യൻ മാഷ് വളരെ താല്പര്യത്തോടെ സേതുമാധവനോട് ആ കഥ നമുക്ക് ചെയ്യാം, അത് നല്ല ക്യാരക്ടറാണ്. പക്ഷേ സേതുമാധവൻ സാറിന് ഈ എന്നും വ്യത്യസ്തമായ സാധാരണയിൽ കണ്ടുവരുന്ന നമ്മൾ പതിവായി കാണുന്ന ട്രാക്കിൽ നിന്ന് മാറി എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടാക്കണമെന്ന് എന്നും ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു സംവിധായകനാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. അദ്ദേഹം അത് ധൈര്യത്തോടെ ആ ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. അങ്ങനെയാണ് ഓടയിൽ നിന്നും എന്ന സിനിമ യാഥാർത്ഥ്യമാകുന്നത്.